നമസ്കാരം. പ്രധാന വാർത്തകൾ. ഒടുവിൽ പ്രൊഫഷണൽ ടെന്നീസിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് രോഹൻ ബൊപ്പണ്ണ. 22 വർഷത്തെ കരിയറിനൊടുവിൽ പ്രൊഫഷണൽ ടെന്നീസിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ഇതിഹാസ താരം രോഹൻ ബൊപ്പണ്ണ അവസാന മത്സരം കളിച്ചത് പാരീസിലെ മാസ്റ്റേഴ്സ് 1000 ടൂർണമെന്റിൽ. 2017 ഫ്രഞ്ച് ഓപ്പൺ മിക്സഡ് ഡബിൾസ് കിരീടവും 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസ് കിരീടവും അടക്കം 2 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളാണ് ബൊപ്പണ്ണ കരിയറിൽ നേടിയത്. ലോക റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന പ്രായം കൂടിയായ താരമെന്ന റെക്കോർഡും ബൊപ്പണ്ണ സ്വന്തം പേരിലാക്കി. ഇതൊരു വിടവാങ്ങലാണ്, ഒന്നിന്റെയും അവസാനമല്ല. വികാരനിർഭരമായ വിടവാങ്ങൽ പോസ്റ്റിലൂടെ താരം അറിയിച്ചു. സ്വന്തം നാടായ കൂർഗിനെ ലോകമെമ്പാടുമുള്ള ടെന്നീസ് കോർട്ടുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിലുള്ള തന്റെ സന്തോഷവും താരം കുറിപ്പിൽ കൂട്ടിച്ചേർത്തു. കൊല്ലം കടക്കലിൽ CPI വിട്ടവർ കൂട്ടത്തോടെ CPM-ൽ ചേരുന്നു. CPI വിട്ട 700-ലധികം പേർ CPM-ൽ ചേരുമെന്ന് CPI മുൻ ജില്ലാ കൌൺസിൽ അംഗം ജെസ്സി അനിൽ അവകാശപ്പെട്ടു. CPI ജില്ലാ കൌൺസിൽ ചേർന്ന് പുറത്താക്കിയ നേതാവാണ് ജെസ്സി അനിൽ. MN സ്മാരക നവീകരണത്തിനായി പിരിച്ച ഫണ്ടിൽ തിരിമറി നടത്തിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ജെസ്സി അനിലിനെതിരെ നടപടിയെടുത്തത്. റെയിൽവേ സ്റ്റേഷനിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ് യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. റെയിൽവേ സ്റ്റേഷനിലെ താൽക്കാലിക ഷെഡിലാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 35 വയസ്സ് പ്രായം തോന്നിക്കുന്ന യുവാവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. അതിഥി തൊഴിലാളിയാണ് മരിച്ചയാളെന്നാണ് സംശയം. സംഭവത്തിൽ തിരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. നിർഭയ ഹോമിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ. കോഴിക്കോട് കാക്കൂർ സ്വദേശി സഞ്ജയ് നിവാസിൽ സഞ്ജയെ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾക്കെതിരെ പോക്സോ നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തി. കോഴിക്കോട് വെള്ളിമാടുകുന്ന് നിർഭയ എൻട്രി ഹോമിൽ താമസിക്കുന്ന 17 വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാർത്ഥിനിയെ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട പ്രതി പ്രലോഭിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോയി കോഴിക്കോട് അപ്സര തിയേറ്ററിന് സമീപമുള്ള ലോഡ്ജിലെത്തിച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നിർഭയ എൻട്രി ഹോമിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്നതിനിടെ പെൺകുട്ടിയെ കാണാതായത്. അന്ന് രാത്രി തന്നെ ചോവായൂർ പോലീസ് പെൺകുട്ടിയെ CWC മുമ്പാകെ ഹാജരാക്കി മൊഴിയെടുത്തതിൽ പെൺകുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട വിവരം പറയുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. മുഖ്യമന്ത്രിക്കെതിരായ അധിക്ഷേപ പരാമർശം. PMA സലാം കേരളീയ സമൂഹത്തോട് മാപ്പ് പറയണം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം മാപ്പ് പറയണമെന്ന് CPIM. PMA സലാമിന്റെ നടപടി തരംതാണതും രാഷ്ട്രീയ മര്യാദകൾ പാലിക്കാത്തതുമാണെന്ന് CPIM മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് വിമർശിച്ചു. വ്യക്തി അധിക്ഷേപം പിൻവലിച്ച് PMA സലാം കേരളീയ സമൂഹത്തോട് മാപ്പ് പറയണം. രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് അവസരം ലഭിക്കാതിരിക്കുമ്പോൾ മോശം പരാമർശങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്താമെന്നുള്ളത് വ്യാമോഹമാണ്. അനുകരണീയമല്ലാത്ത മാതൃകയാണ് PMA സലാമിൽ നിന്നുണ്ടായത്. ലീഗിന്റെ സാംസ്കാരിക അപജയമാണ് ഇതിലൂടെ വ്യക്തമായത്. സലാമിന്റെ പരാമർശത്തിനെതിരെ ലോക്കൽ കേന്ദ്രങ്ങളിൽ CPIM പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു.